എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ജിയാങ് ചെങ്ങും അതേപോലെ തന്നെ വേവൂഷാനോട് ചേർന്നിട്ട് അവരുടെ നാടായിട്ടുള്ള ആ ലോട്ടസ് ക്ലാനില്ലേ അവിടേക്ക് തിരിച്ചു വരുന്നതാണ്. അവിടെ വന്നിട്ട് അവിടെയുള്ള പൂർവികന്മാരെ എല്ലാം നല്ലതുപോലെ വണങ്ങും. ഇവിടെ നമ്മളുടെ ജിയാങ്ങിൻ്റെ അച്ഛനുണ്ടല്ലോ, അയാൾ എല്ലാവരെയും നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ജിയാങ്ങിൻ്റെ ചേച്ചിയായിരുന്നാലും ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഫുഡ് കഴിക്കാനിരിക്കുന്നത് നമ്മളുടെ ജിയാങ്ങിൻ്റെയും യാൻലി എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ അമ്മ അവിടേക്ക് നടന്നു വരും. ഇവർ ഭയങ്കര സൂപ്പർ പവർ ഉള്ള ഒരു ലേഡിയാണ്. എന്നാൽ നമ്മളുടെ വേവൂഷാനെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എപ്പോഴും വേവൂഷാനെ കുറ്റം പറയൊക്കെ ഒക്കെയാ. അതേസമയം തന്നെ നമ്മളുടെ ലൻഷാനെ കാണിക്കും. അവനും ഗൂസിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയായിട്ട് വെൻ ക്ലാനിലുള്ള ആൾക്കാർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതേസമയം തന്നെ നമ്മളുടെ ലൻഷാൻ്റെ ചേട്ടനെയും അങ്കിളിനെയും കാണിക്കും. ലൻഷാൻ്റെ ചേട്ടൻ പറയും, ഞാൻ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം, നിങ്ങൾ എന്തായിരുന്നാലും ബാക്കിയുള്ളവരെയൊക്കെ സേഫായിട്ട് വെക്കണം എന്ന്. ഇവിടെ നമ്മളുടെ ലൻഷാനും അവൻ്റെ അങ്കിളൂടൊക്കെ ചേർന്നിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മുടെ ലൻഷാനാണെങ്കിൽ അങ്കിളിനെയും അതേപോലെ തന്നെ അവിടെ ക്ലാനിൽ പഠിക്കുന്ന വേറെ കുറെ കുട്ടികളുണ്ടല്ലോ, അവരെ എല്ലാവരും സേഫായിട്ട് മറ്റേ ഗുഹയിലായിട്ട് കൊണ്ടുപോകും. എന്നാൽ അവിടെയായിട്ട് ഒരു സ്റ്റുഡൻറ്റ് മാത്രം പുറത്തായിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റിനെ പിടിച്ചിട്ട് ഈ വെൻ ക്ലാനിലുള്ള ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് ആ ഗുഹയ്ക്കകത്ത് കയറാൻ പറ്റുന്നത് എന്ന്. ഇവിടെയായിട്ട് അവനാണെങ്കിൽ എല്ലാവരെയും ഒറ്റിക്കൊടുക്കും. എന്നിട്ട് പറയും, അതായത് റിബൺ ഉള്ളവർക്ക് മാത്രമേ ആ ഗുഹയുടെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ എല്ലാവരും ഭയങ്കര പേടിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ലൻഷാൻ വന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവൻ്റെ കയ്യിലായിട്ട് മറ്റേ ആ ഇന്നയൺ എന്ന് പറഞ്ഞ ആ ഒരു കല്ലിൻ്റെ ഒരു പോർഷനും ഉണ്ടായിരുന്നല്ലോ. ഇവിടെയായിട്ട് വെൻക്ലാനിലുള്ള ആൾക്കാർ നമ്മുടെ ലൻഷാനെ നല്ലതുപോലെ വളഞ്ഞിട്ടടിക്കും. അവൻ്റെ കാലൊക്കെ അങ്ങ് തല്ലി ഒടിക്കും. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ കല്ലും ഇവന്മാർ വാങ്ങിക്കൊണ്ട് പോകും. അതേസമയം തന്നെ നമ്മളുടെ വേവൂഷാനെയും ജിയാങ്ങിനെയും കാണിക്കും. ഇവിടെയായിട്ട് ആ ലോട്ടസ് ക്ലാനിലും ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും വെൻ ക്ലാനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷാനും ജിയാങ്ങും അവിടേക്ക് പോകാൻ റെഡിയാവും. പിന്നീട് കാണിക്കുന്നേ അവരെല്ലാവരും വെൻ ക്ലാനിൽ എത്തി നിൽക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ വേവൂഷാൻ ലൻഷാനെ കാണും. ഇവനെ കാണുന്നേ നമ്മളുടെ വേവൂഷാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ കാലൊക്കെ മുടന്തി ഇവൻ നടന്നു വരുന്നേ. നമ്മുടെ വേവൂഷാനായിരുന്നാൽ ഇത് കാണുന്നേ നല്ല വിഷമമാവും. അതേസമയം തന്നെ നമ്മുടെ ഈ വെൻ ക്ലാനിലുള്ള ആ ചെറുക്കനില്ലേ, എല്ലാവരും ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തൊക്കെ സംസാരിക്കും. നമ്മുടെ വേവൂഷാൻ അങ്ങനെ അടങ്ങിയിരിക്കത്തൊന്നുമില്ല. ഇവനും തിരിച്ച് നല്ലതുപോലെ പറയും. ഇതിൻ്റെ പേരിലായിട്ട് ഈ ചെറുക്കൻ നമ്മളുടെ വേവൂഷാനും ലൻഷാനും അതേപോലെ ജിൻ ക്ലാനിലുള്ള ആ ചെറുക്കനില്ലേ, ഇവർക്ക് 3 പേർക്കും പണിഷ്മെന്റ് കൊടുക്കും. സംഭവം ചാണകം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ വേവൂഷാൻ ലൻഷാൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ നമ്മുടെ ലൻഷാൻ ഇവൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ റെഡി ആയിരുന്നില്ല. അതേസമയം തന്നെ അവിടെയായിട്ട് വെൻ ക്ലാനിലുള്ള ഒരു ചെറുക്കൻ കയറി വരും. അവൻ വന്നിട്ട് പറയുന്നത് തന്നെ, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ആ അയണിൻ്റെ 3 പാർട്ടുണ്ട്, ഇനി ഒരു പാർട്ട് കൂടി കിട്ടാനുണ്ട്. ആ പാർട്ട് യഥാർത്ഥത്തിൽ ആ ഷൗയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം അവൻ്റെ കയ്യിൽ അതില്ല, അത് മിസ്സിങ് ആണ്. അതിൻ്റെ അർത്ഥം നിൻ്റെയോ അല്ലെങ്കിൽ ലൻഷാൻ്റെ കയ്യിൽ അത് കാണൂ എന്നല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ വേവൂഷാൻ അത്ര മിണ്ടാതിരിക്കത്തൊന്നുമില്ല. അവൻ അവിടെ നല്ലതുപോലെ സംസാരിക്കും. അവൻ പറയും, നിങ്ങൾ എന്തിനാ ഞങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന്. ഇത് കേൾക്കുന്ന ഈ വെൻക്ലാനിലുള്ള ചെറുക്കനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് നമ്മുടെ വേവൂഷാനെ പിടിച്ചുകൊണ്ട് വീണ്ടും പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. നമ്മുടെ ലൻഷാനായിരുന്നാലും ഇവനെ അടിക്കുന്ന തടയാനൊക്കെ ശ്രമിക്കും. എന്നാലും വേറൊന്നും അവന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവന് ഇപ്പം മൊത്തത്തിൽ പരിക്കൊക്കെ പറ്റിയിരിക്കുകയല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാനെ പിടിച്ചുകൊണ്ട് വന്നൊരു ജയിലിലായിട്ട് അടയ്ക്കും. ആ ജയിലിൻ്റെ അകത്തായിട്ട് ഒരു വലിയൊരു ബീസ്റ്റ് കണക്കത്തെ ഒരു വലിയ പട്ടീനെ പോലത്തെ ഒരു മൃഗം ഉണ്ടായിരുന്നു. ഇതിനെ കാണുന്നതും വേവൂഷാൻ നല്ലതുപോലെ പേടിച്ചു. വേവൂഷാന് പണ്ട് തൊട്ടേ പട്ടീന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഇവിടെ നമ്മുടെ വേവൂഷാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ വേവൂഷാനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ വെന്നിങ് എന്ന് പറഞ്ഞ് വേവൂഷാൻ ഹെൽപ്പ് ചെയ്യുകയും കൂട്ടുകൂടെയൊക്കെ ചെയ്തൊരു ചെറുക്കനില്ലേ, അവൻ തന്നെയായിരുന്നു. എന്നിട്ട് നമ്മുടെ വേവൂഷാൻ്റെ കയ്യിലായിട്ട് ഒരു മരുന്നൊക്കെ കൊടുക്കും, അവൻ്റെ മുറിവൊക്കെ ഹീലാവാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്ന ഈ വെൻ ക്ലാനിലുള്ള അവനില്ലേ, ആ ചെറുക്കനാണെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളെയും കൊണ്ടിട്ട് ഒരു സ്ഥലത്തായിട്ട് പോകുന്നതാണ്. അതും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഗുഹയിലായിട്ടാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നേ നമ്മുടെ വേവൂഷാന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ലൻഷാനെ നോക്കിയിട്ട് പറയും, നിനക്ക് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ പറ, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോവാമെന്ന്. എന്നാൽ നമ്മളുടെ ലൻഷാൻ അതിന് റെഡി ആവത്തില്ല. ഈ പറയുന്നവനും അത്ര മോശക്കാരനൊന്നുമില്ല. അവൻ്റെ ദേഹം മൊത്തം ഇപ്പോൾ പഞ്ചറായി ഇരിക്കുകയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ വേവൂഷാൻ ഇതൊക്കെ കണ്ട് ഭയങ്കര ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ പെണ്ണില്ലേ, അതായത് വെൻ ക്ലാനിലുള്ള നല്ല പെണ്ണ്, അവളുടെ അടുത്ത് പറയും, ലൻഷാൻ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് സമയം കണ്ടുപിടിച്ച് തരുമോ എന്ന്. അങ്ങനെ അവള് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേവൂഷാനും ടീമും
കൂടെയൊക്കെ ചേർന്നിട്ട് ആ ഗുഹയുടെ എൻട്രൻസ് കണ്ടുപിടിക്കുന്നതാ. അങ്ങനെ അവരെല്ലാവരും ആ ഗുഹയുടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്നാൽ ആ ഗുഹയുടെ ഏറ്റവും മുകളിലായിരുന്നു ഇവരെല്ലാവരും നിൽക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് മാത്രമേ ഇവർ തിരയുന്ന ആ ഒരു മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കാണുന്നത് നമ്മുടെ വിഭൂഷൺ പറയും നമ്മൾ താഴോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ വെൻക്ലാനിലുള്ള ചെറുക്കനാണെങ്കിൽ നമ്മുടെ വിഭൂഷനെ ആ മുകളിൽ നിന്ന് തള്ളി തറയിലോട്ടങ്ങിടും. ബാക്കിയുള്ളവരെല്ലാം കയറി യൂസ് ചെയ്തിട്ട് അവിടെ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യും. എല്ലാവരും അവിടെയായിട്ട് മോൺസ്റ്ററിനെ തപ്പി നോക്കും. എന്നാൽ മോൺസ്റ്ററിനെ കാണാനേ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ വെൻക്ലാനിലുള്ള ആ ചെറുക്കൻ പറയും, എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും ബ്ലഡ് കണ്ടാൽ മാത്രമേ ആ മോൺസ്റ്റർ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന്. പെട്ടെന്ന് തന്നെ ഈ വെൻക്ലാനിലുള്ള ചെറുക്കനാണെങ്കിൽ ജിൻ ക്ലാനിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ പിടിച്ചിരുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ വിഭൂഷന് നല്ല ദേഷ്യം വരും. അവൻ അവിടെ പറയും, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നിങ്ങളുടെ പൂർവികന്മാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയട്ടെ നമ്മുടെ വിഭൂഷൺ ഇവരുടെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഓരോരോ മോശം കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുന്നേയും ഈ വെൻക്ലാനിലുള്ള ചെറുക്കന് നല്ല ദേഷ്യം വന്നിട്ട് വിഭൂഷനും അവനും തമ്മിൽ നല്ല അടികൂടാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വിഭൂഷനായിരുന്നാലും തന്ത്രപൂർവ്വം ഇവനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് ഒരു മല പോലത്തെ ഒരു സംഭവത്തിന്റെ മുകളിലായിട്ട് ഇവന്റെ കഴുത്തിൽ കത്തിയും വെച്ചിട്ട് എല്ലാവരത്തും പറയും, അനങ്ങാതെ നിന്നോണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ കൊന്നുകളയൂ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവരെ ഏത് മലയുടെ മുകളിലാണോ നിൽക്കുന്നത് അത് നല്ലതുപോലെ കുലുങ്ങാൻ തുടങ്ങും. നമ്മുടെ വിഭൂഷൺ നല്ല പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ വിചാരിക്കും ഇവിടെ ഭൂമി കുലുക്കുക വരുന്നത് എന്ന്. എന്നാൽ വേറുള്ള ആർക്കും ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇവർ നിൽക്കുന്നത് ഒരു ജയന്റ് ആയിട്ടുള്ള ഒരു മോൺസ്റ്ററിന്റെ ദേഹത്തായിരുന്നു. അതൊരു ആമയും അല്ല ഡൈനോസറും അല്ലാത്ത വേറൊരു രീതിയിലാണ് ഇതിനെ കണ്ടാൽ തന്നെ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലാൻഷാൻ അവിടെ പറയും, എല്ലാവരും വേണ്ടാതിരിക്കണം, ഇതിന് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്നാ തോന്നുന്നേ എന്ന്. ഇത് ഏകദേശം ഒരു ആമേനെ പോലെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ വെൻക്ലാനിലുള്ള ചെറുക്കൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇത് കേൾക്കുന്നതും ആ ആമ പോലത്തെ ജീവിയില്ലേ അതവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എല്ലാവരും അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ അതിനതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വെൻക്ലാനിലുള്ള ഒരു പെണ്ണാണെങ്കിൽ നമ്മുടെ ജിൻ ക്ലാനിലുള്ള ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ, ആ പെണ്ണിന്റെ മുഖത്തായിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടുകം പോലത്തെ സംഭവം എടുത്തുകൊണ്ട് വരും. ഇത് കാണുന്ന നമ്മുടെ വിഭൂഷൺ ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പിലായിട്ട് കയറി നിൽക്കും. നമ്മുടെ വിഭൂഷന്റെ നെഞ്ചിലാണ് ആ ഒരു ചട്ടുകം പോലത്തെ സംഭവം വന്ന് പതിക്കുന്നത്. അവന്റെ നെഞ്ച് നല്ലതുപോലെ പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വെൻക്ലാനിലുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കയറ് വഴി കയറി അങ്ങ് പോവും. ഇവിടെയായിട്ട് ഈ വെൻക്ലാനിലുള്ള ആൾക്കാർ മുകളിൽ ചെന്നിട്ട് ആ കയറെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കിയുള്ള ക്ലാനിലുള്ള ആരും രക്ഷപ്പെട്ടു വരണ്ട എന്നുള്ളൊരു മൈൻഡിൽ. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനും വിഭൂഷനും കൂടി എല്ലാവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലാനൊക്കെ തയ്യാറാക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ വിഭൂഷനും ലൻഷാനോട് ചേർന്നിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ മോൺസ്റ്ററിനെ തീ കാണിച്ച് എങ്ങനെയെങ്കിലും പേടിപ്പിച്ചതിന് ശേഷം ഇവന്റെ ശ്രദ്ധ തിരിയുന്നതും നമ്മുടെ ജിയാങ് വെള്ളത്തിന്റെ അടിയിൽ കൂടി പോയിട്ട് വല്ല വഴിയും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളുടെ ജിയാങ് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കും. അങ്ങനെ അവൻ ബാക്കിയുള്ള എല്ലാവരെയും ആ വെള്ളത്തിന്റെ അടിപ്പാതയിൽ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതേസമയം തന്നെ ഈ മോൺസ്റ്റർ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നതും നമ്മളുടെ വിഭൂഷനാണെങ്കിൽ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിലായിട്ട് ചെന്ന് നിൽക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൻഷാൻ വന്നിട്ട് ഇവനെ തടഞ്ഞിട്ട് ഇവനെ അവിടെ നിന്ന് പിടിച്ചങ്ങ് മാറ്റും. എന്നിട്ട് ലൻഷാൻ ഈ മോൺസ്റ്ററിന്റെ കൂടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ലൻഷാന്റെ കാലിന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ഈ മോൺസ്റ്ററിനെ കാരണം അവിടെയുള്ള ആ ഒരു ഗുഹ തന്നെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൻഷാനും വിഭൂഷനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ലൻഷാന്റെ കാലൊക്കെ നല്ലതുപോലെ കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കും. കാര്യം അവന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുറിഞ്ഞും പോയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനായിരുന്നാലും കുറച്ച് മരുന്നെടുത്തിട്ട് നമ്മുടെ വിഭൂഷന്റെ നെഞ്ചിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇനി മേലാ നീ ഇതേപോലെ വലിയ മഹാൻ കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന്. ഇവിടെയായിട്ട് രണ്ടുപേരും നല്ലതുപോലെ സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇത്ര ക്ലോസ് ആവുന്നത് തന്നെ ഇങ്ങനൊരു ഇൻസിഡന്റിലാണ്. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷനായിരുന്നാലും ലൻഷാന്റെ ദേഹത്ത് നിന്ന് ടോക്സിക് ആയിട്ടുള്ള ബ്ലഡൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോരോ കുട്ടികളികളൊക്കെ കാണിക്കും. അതായത് ലൻഷാനെ എങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ വിഭൂഷൺ സക്സസ് ആവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ലൻഷാൻ അവിടെ റെസ്റ്റ് എടുക്കുന്നതും വിഭൂഷനും റെസ്റ്റ് എടുക്കും. കുറച്ച് കഴിഞ്ഞ് അവരൊന്ന് ഉറക്കമൊക്കെ എഴുന്നേൽക്കുന്നതും പ്ലാൻ ചെയ്യും ഈ മോൺസ്റ്ററിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന്. അങ്ങനെ അവർ അവിടെ കിടക്കുന്ന അമ്പും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ശേഖരിച്ചിട്ട് കയറൊക്കെ സെറ്റപ്പ് ആക്കി അത് നല്ലതുപോലെ കെട്ടി ഓരോരോ ട്രാപ്പൊക്കെ ശരിയാക്കും. എന്നിട്ട് നമ്മളുടെ വിഭൂഷനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ മോൺസ്റ്ററിന്റെ അകത്തോട്ട് കയറി പോവും. അതേസമയം തന്നെ നമ്മുടെ ലൻഷാനായിരുന്നാലും പുറത്ത് ഇതിനെ കെട്ടി അതിനെ കൊല്ലാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ മൈൻഡ് ഇപ്പോൾ കണക്റ്റഡ് ആണ്. നമ്മുടെ വിഭൂഷാൻ പറയുന്ന ലൻഷാനും കേൾക്കാം, ലൻഷാൻ പറയുന്നത് വിഭൂഷാനും കേൾക്കാം. ഇവിടെ നമ്മളുടെ ലൻഷാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ മോൺസ്റ്റർ എന്ന് വെച്ചാൽ ഏൻഷ്യന്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു വലിയ ജീവിയാണ്. ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് കുറെ ആൾക്കാരെ കൊല്ലയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റത്തുള്ളൂ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ വേവൂഷനായിരുന്നാലും ആ ജീവിയുടെ അകത്ത് നിൽക്കുന്നേ അവനൊരുമാതിരത്തെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങും. കുറേ ആൾക്കാരുടെ അലർച്ചയൊക്കെ കേൾക്കും. അവിടെയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാളും ഉണ്ടായിരുന്നു. നമ്മുടെ വേവൂഷൻ അതിൽ കയറി പിടിക്കുന്നതും അവൻ ഒരുപാട് ആൾക്കാരുടെ കരച്ചിലൊക്കെ കേൾക്കും. അവിടെ ഒരുപാട് ആൾക്കാരുടെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ജീവിയാണെങ്കിൽ അതിൻ്റെ ആ ഷെല്ലിൻ്റെ അകത്തോട്ട് കയറി വരും. നമ്മുടെ വേവൂഷനാണെങ്കിൽ വേഗം തന്നെ ആ കത്തിയെടുത്തിട്ട് ഇതിൻ്റെ തലയിലായിട്ട് അങ്ങ് കുത്തും. ഈ മൃഗം പുറത്തോട്ട് വരുന്നതും വേവൂഷാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറത്തു വരും. നമ്മുടെ ലൻഷാനായിരുന്നാലും ഇതിനെ കെട്ടി വലിച്ചിട്ട് ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ വേവൂഷാൻ്റെ കയ്യിലുള്ള രക്തം ആ വാളിലായിട്ട് തൊടുന്നതും അതിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ എനർജി പുറത്തോട്ട് വരുന്നതായിട്ട് കാണിക്കും. അത് നമ്മുടെ വേവൂഷാൻ്റെ ദേഹത്തായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവൻ്റെ ദേഹത്തെ എന്തോ ദുഷ്ടശക്തി കയറിയതുപോലെ അവൻ ഒരുമാതിരി ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ പൊക്കുന്നതും അവിടെ തറയിൽ കിടന്ന ഒരുപാട് വാളുകളെല്ലാം വന്ന് ഈ മൃഗത്തിൻ്റെ ദേഹത്തായിട്ട് കുത്തിയങ്ങ് കയറും. അങ്ങനെ ഇതങ്ങ് ചത്തുപോകും. നമ്മുടെ വേവൂഷാനും നേരെ വെള്ളത്തിലായിട്ട് വന്നങ്ങ് വീഴും. പെട്ടെന്ന് തന്നെ ലൻഷാൻ വന്നിട്ട് ഇവനെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുത്തും. വേവൂഷാന് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ലൻഷാൻ ഇവൻ്റെ സ്പിരിച്വൽ എനർജി എല്ലാം വേവൂഷാന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഒരുങ്ങും. നമ്മളുടെ വേവൂഷാൻ ഇപ്പോൾ ബോധം എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ലൻഷാൻ ഇവനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഇവന് പാട്ടൊക്കെ പാടിക്കൊടുക്കും. ഈ പാട്ട് കേൾക്കുന്നേ നമ്മുടെ വേവൂഷാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നോക്കി നിൽക്കും. എന്താന്ന് വെച്ചാൽ ഈ പാട്ട് ഇവൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ ഭയങ്കര രസമായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. വേവൂഷാൻ്റെ മൈൻഡിലോട്ട് കുറേ മെമ്മറീസ് ഇങ്ങനെ കയറി വരും. അതായത് പണ്ട് തൊട്ടേ നടന്ന കാര്യങ്ങൾ. നമ്മുടെ ലൻഷാൻ്റെ അടുത്ത് ഇവൻ ഈ പാട്ടിൻ്റെ പേര് ചോദിക്കും. എന്നാൽ ലൻഷാൻ അവിടെ പേര് പറയുന്നത് നമ്മുടെ വേവൂഷാൻ അങ്ങ് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ ജിയാങ് ഇരിക്കുന്നതാണ്. വേവൂഷാൻ കണ്ണ് തുറന്ന ഉടനെ തന്നെ നമ്മുടെ ലൻഷാനെ തിരക്കുന്നത്. അപ്പോൾ നമ്മുടെ ജിയാങ് പറയും, അതായത് ലൻഷാൻ ഇപ്പോൾ അവൻ്റെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്, അവൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. അതേസമയം തന്നെ നമ്മുടെ വേവൂഷാനെയും കൊണ്ട് ഇവരെല്ലാവരും ആ ലോട്ടസ് ക്ലാനിലോട്ട് വരും. നമ്മുടെ വേവൂഷാൻ ഇപ്പോൾ ഭയങ്കര വീക്കായിരുന്നു. അവൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് 2-3 ദിവസം റെസ്റ്റ് എടുക്കും. വേവൂഷാനായിരുന്നാലും നല്ല വീക്കായതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും നല്ലതുപോലെ കെയർ ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു ദിവസം നമ്മുടെ ഈ ലോട്ടസ് ക്ലാനിലായിട്ട് വേറൊരു ക്ലാനിലെ ആള് ഭയങ്കരമായിട്ട് അപകടം പറ്റി വരും. അയാൾ പറയും, ആ വെൻ ക്ലാനിലുള്ള ആൾക്കാർ എല്ലാ ക്ലാനിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെല്ലാവരെയും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ വേവൂഷാൻ്റെ അങ്കിളില്ലേ, അയാൾ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേവൂഷാൻ്റെ ചേച്ചിയുമായിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ലോട്ടസ് ക്ലാനിലായിട്ട് നമ്മുടെ ജിയാങ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതാണ്. അതേസമയം തന്നെ അവിടെയായിട്ട് വെൻ ക്ലാനിലുള്ള ഒരു പെണ്ണ് അവിടോട്ട് കയറി വരും. വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിയാങ്ങിൻ്റെ അമ്മയിലെ അവരെ എങ്ങനെയെങ്കിലും ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സീറ്റിലൊക്കെ കയറിയിരിക്കും. എന്നിട്ട് ഈ പെണ്ണ് അവിടെ അനൗൺസ് ചെയ്യും, ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വേറെ ആരുമല്ല നമ്മുടെ ഈ വേവൂഷാൻ തന്നെയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയാങ്ങിൻ്റെ അമ്മ അങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല. അവർ നമ്മളുടെ വേവൂഷാനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കും. വേവൂഷാനെ നല്ലതുപോലെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ഈ വേവൂഷാൻ്റെ ആൻറ്റിയില്ലേ, അവർ ആ പെണ്ണിനെ അങ്ങനെ വെറുതെ വെച്ചേക്കത്തൊന്നുമില്ല. ആ പെണ്ണിനിട്ട് നല്ലതുപോലെ അടി കൊടുക്കും. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ സമയം കൊണ്ട് നമ്മളുടെ ജിയാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ വേവൂഷാനെയും ജിയാങ്ങിനെയും കൊണ്ടുവന്ന് ഒരു വള്ളത്തിലായിട്ട് പിടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് പറയും, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, നേരെ അച്ഛനെ ചെന്ന് മീറ്റ് ചെയ്യണം എന്ന്. ഇത്രയും പറഞ്ഞു കേട്ടാ ആ ലേഡി അവരുടെ കയ്യിലുള്ളൊരു റിങ് പോലത്തെ സംഭവം നമ്മുടെ ജിയാങ്ങിൻ്റെ ദേഹത്തായിട്ട് കൊടുക്കും. ഇവിടെ നമ്മളുടെ ജിയാങ്ങിനെയും വേവൂഷാനെയും ഇവർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തനിയെ നീങ്ങാനായിട്ട് തുടങ്ങും. വേവൂഷാനും ജിയാങ്ങും അവിടെ കിടന്ന് ബഹളം വെക്കും. കാര്യം അവരുടെ ആവശ്യം ആ വീട്ടിലായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്ന വേവൂഷാനും ജിയാങ്ങും നേരെ അവരുടെ ആ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. ജിയാങ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജിയാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ ചേച്ചിയില്ലേ, അവളെയും കൂടി അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇവരെ 3 പേരെയും കെട്ടിവെക്കും. എന്നിട്ട് പറയും, നിങ്ങൾ 3 പേരും സേഫ് ആയിട്ടിരിക്കണം, ഞാൻ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നേ ആയിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ്ങും അതേപോലെ വേവൂഷാൻ്റെ ചേച്ചിയും വേവൂഷാനെല്ലാം ഭയങ്കര ബഹളം വെക്കും. അവരവിടെ കിടന്ന് അലറിക്കരയും. എന്നാൽ ഇതൊന്നും നമ്മളുടെ ജിയാങ്ങിൻ്റെ അച്ഛൻ കേൾക്കാൻ റെഡിയായിരുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.